അങ്ങനെ നമ്മളിതാ നമ്മുടെ റോഡിലോട്ട് കയറിയിരിക്കാനായിട്ടോ. അപ്പോൾ നമ്മളിന്ന് ആദ്യം പോകാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ഏകദേശം നമ്മൾ പ്ലാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 5 തെങ്ങ് ആ റൂട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളെ പാസ്റ്ററിൻ്റെ മോനൊക്കെ നിൽക്കുന്നത്. ഇടേ അബി, അപ്പം ശരി ശരി, ഞാൻ ഒരു 25 ദിവസം കൂടാ, 25 ശരി. അപ്പോൾ നമ്മുടെ പാസ്റ്ററിൻ്റെ മോനെയും കണ്ടു കേട്ടോ, അതും ഒരു സന്തോഷമായി. ഇപ്പോൾ പോകുന്ന വഴിക്ക് ഇനി കുറേ ആൾക്കാരെ കാണുന്നവരടുത്ത് പറയേണ്ടി വരും, പക്ഷേ ആരെയും അങ്ങനെ കാണുന്നില്ല. ഹെൽമെറ്റൊക്കെ വെച്ചുകൊണ്ട് ആർക്കും പെട്ടെന്ന് മനസ്സിലാവത്തില്ല, അത് മറ്റൊരു സത്യമാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ അടുത്തൊരു ജംഗ്ഷൻ ഉണ്ട് ഇവിടെ, പെരിങ്ങടവള, നമ്മുടെ ഓർമ്മകൾ ബാക്കിയാക്കി നിൽക്കുന്നൊരു ജംഗ്ഷനാണ്. അപ്പോൾ അതേ നമ്മുടെ 4 വരിപ്പാത, നമ്മുടെ തിരുവനന്തപുരം ബാലരാമപുരത്ത് നിന്നുള്ള 4 വരിപ്പാത തുടങ്ങി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും പെട്രോൾ അടിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ. നമ്മുടെ ബാലരാമപുരം റിലയൻസ് പെട്രോൾ പമ്പ്, അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഫുൾ ടാങ്ക് അടിക്കണം. ഇതാണ് നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഫുൾ ടാങ്ക് അടിച്ചും കൊണ്ട് വേണം അങ്ങോട്ടുള്ള യാത്ര പോകാൻ. അപ്പോൾ ഇപ്പോൾ ഏകദേശം 3425 കിലോമീറ്റർ വണ്ടിയിലായിട്ടുണ്ട് കേട്ടോ. ഇത് ഫുൾ ടാങ്ക്. ഓൾ കേരള ട്രിപ്പ് പോണതേ ഉള്ളൂ ചേച്ചി, കേരളം മൊത്തം. ആ ഇല്ല, ഒറ്റയ്ക്ക്. ആ ഒരു യൂട്യൂബ് ചാനലും ഉണ്ട്. നമുക്കിത് യാത്ര ഒരു ഭ്രാന്താണ്, അപ്പോൾ അങ്ങനെ പോകുന്നു. ഏകദേശം ഇങ്ങായെന്ന് തോന്നുന്നു ചേച്ചി, നോക്കി നോക്ക്. ആയാ ഫ്യൂവലും ചെക്ക് കാണും, മതി. ചിലപ്പോൾ പണി കിട്ടുകയാണെങ്കിൽ മതി ചേച്ചി, മതി. ഓ 1168. അങ്ങനെ ഏകദേശം 1162 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് അങ്ങനെ നമ്മുടെ വണ്ടി ഫുൾ ടാങ്ക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഏത് വഴി പോകണമെന്നാണ് അടുത്ത ആലോചന. നമുക്ക് ഓക്കെ, അതുവഴി ഇറങ്ങി വെള്ളായണി കായലിൻ്റെ അത് വഴിയില്ല. അപ്പോൾ പിന്നെ എങ്കിൽ തിരിച്ചു പോവാം. ഇത് 1 വേ ആണ്, പണി കിട്ടുമെന്നറിയില്ല. എല്ലാവരും ഇതുവഴി തന്നെ പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി നേരെ ബൈപ്പാസിലിറങ്ങാം. ബൈപ്പാസ് വഴി നേരെ പിടിക്കുക എന്നുള്ള പ്ലാനാണ്. അങ്ങനെ നമ്മൾ മുക്കോല എത്തി കേട്ടോ. മുക്കോല എന്ന് പറയുന്ന ബാലരാമപുരത്ത് നിന്ന് ബൈപ്പാസിലേക്ക് കയറാൻ പറ്റിയ ഏറ്റവും അടുത്ത റോഡാണ് മുക്കോല എത്തി. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ബൈപ്പാസ് വഴിയാണ് പോകാൻ പോകുന്നത്. അപ്പോൾ ബൈപ്പാസ് വഴി നമുക്ക് തിരുവനന്തപുരം വരെ പോവാം, അല്ലെങ്കിൽ ബ്ലോക്കിലൊക്കെ പെട്ട് ഊപ്പാട് വരും കേട്ടോ. അപ്പോൾ ഈ ഒരു പോകുന്ന വഴിയുടെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ കോവളം ബീച്ച് വരുന്നത്, വിഴിഞ്ഞം ഹാർബർ. ഇതെല്ലാം നമ്മൾ ഈ പോകുന്ന വഴിയുടെ അടുത്ത് തന്നെയാണ്. പക്ഷേ ഇതെല്ലാം നമ്മൾ പോയിട്ടുണ്ട്, വീഡിയോ അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഇഷ്ടം പോലെ പ്രാവശ്യം പോകുന്ന സ്ഥലം. അപ്പോൾ കാണാത്ത സ്ഥലങ്ങൾ കൂടുതൽ കാണുക. പക്ഷേ ഇപ്പോൾ ഈ പോകുന്ന ഓൾ കേരള ട്രിപ്പിൽ കേരളത്തിൽ ഈ പോകുന്ന സ്ഥലങ്ങളിൽ ഏകദേശം സ്ഥലങ്ങൾ ഞാൻ കണ്ട സ്ഥലങ്ങളാണ് കേട്ടോ. അത് മറ്റൊരു സത്യം. പക്ഷേ വീഡിയോസ് അധികം ചെയ്തിട്ടില്ല, വീഡിയോ ചെയ്യാൻ വേണ്ടി നമ്മളങ്ങനെ ഇറങ്ങാറില്ല, അതാണ് മറ്റൊരു സത്യം. അപ്പോൾ ഇപ്പം നമ്മളിനി പോകുന്നത് 5 തെങ്ങാണ്. ഇവിടുത്തെ ബൈപ്പാസ് അടിപൊളിയായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്നും ആ ബൈപ്പാസിലോട്ട് ഇറങ്ങുമ്പോഴേ അവിടുത്തെ ഒരു കാഴ്ചയൊക്കെ സെറ്റായിട്ട് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഞാനെടുത്ത വണ്ടിയാണ് കേട്ടോ. ഏകദേശം ഒരു 55-60,000 രൂപയായി ഈ വണ്ടിക്ക്. പിന്നെ ഒരു 5 രൂപയുടെ പണി ഇപ്പം ഞാനെല്ലാം കൂടെ ചെയ്തു. സ്റ്റിക്കറൊക്കെ അടിച്ചു, നമ്മുടെ ചാനലിൻ്റെ പേരൊക്കെ ഇങ്ങനെ അടിച്ചു. എന്നിട്ടാണ് കേട്ടോ നമ്മൾ ഈ യാത്ര തുടങ്ങിയത്. അപ്പോൾ വീട്ടിൽ വേറെ 2 വണ്ടി ഇരിപ്പുണ്ട്, ഒരു ഇലക്ട്രിക്കും ഒരു ഡിസ്കവറും. അപ്പോൾ ഈ വണ്ടി പ്രതീക്ഷിക്കാതെ എടുത്തതാണ്. ഞാൻ ഈ വണ്ടി എടുക്കാതിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്കവർ ബൈക്കിൽ ഞാൻ പോകത്തുള്ളായിരുന്നു ഈ ഒരു യാത്ര. അപ്പോൾ എന്തായാലും ട്രിപ്പ് പ്ലാൻ ചെയ്തായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ ബൈപ്പാസിലോട്ട് ഇറങ്ങാൻ പോകണം കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഒരു 2-3 കിലോമീറ്ററേ ഉള്ളൂ നമ്മുടെ കോവളത്തേക്ക്. ഉണ്ട് ഇവിടുത്തെ ഒരു വിഷ്വൽ സെറ്റാണ് കേട്ടോ. എനിക്ക് ഈ ഒരു സ്ഥലമൊക്കെ നല്ല ഓർമ്മയുണ്ട്. നേരത്തെ നമ്മളൊരു കോവളത്തിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തായിരുന്നേ. ആ ചെയ്ത സമയത്ത് നമ്മൾ ഇൻട്രോ എടുത്തതൊക്കെ ഈ ഒരു സൈഡിൽ നിന്നാണ്. അപ്പോൾ രാവിലെ ഇന്ന് ബൈപ്പാസിലധികം തിരക്കില്ല എന്ന് തോന്നുന്നു. നമ്മൾ തിരുവനന്തപുരം സെൻട്രലിൽ കയറിപ്പോയിരുന്നെങ്കിൽ, കഴക്കൂട്ടം കയറിപ്പോയിരുന്നെങ്കിൽ മുട്ടം പണിയായന. കാരണം നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ്. അതുമല്ല ഇപ്പോൾ ഈ മുട്ടം വെയിലത്തും കൂടെ ഒരു ഭയങ്കര ടാസ്ക്കാണ് ഈ ഒരു യാത്ര.
നമ്മുടെ ഈ NH ഉണ്ടല്ലോ, നമ്മുടെ ഈ ബൈപ്പാസ് റോഡ്, ഈ റോഡെല്ലാം ഇപ്പം സെൻട്രലിൽ നല്ല മരങ്ങളൊക്കെ നട്ട് വളർത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല സ്പീഡിലൊക്കെ ഓരോരുത്തർ ഒരു മിസൈൽ പോകുന്നു. അപ്പോൾ അത്യാവശ്യം സ്പീഡിലൊക്കെ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ഈ മരങ്ങളുടെ സൈഡിലാണ് കേട്ടോ ഏറ്റവും കൂടുതൽ പോലീസ് ഈ ക്യാമറയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു വൺ ടാസ്ക്കാണ്. അപ്പോൾ ഇങ്ങനെ സ്പീഡിൽ പോകുന്നവർക്കൊക്കെ നല്ല ഗ്രാൻഡ് രീതിക്കൊക്കെ പെറ്റിയൊക്കെ ചന്നം പിന്നെ അടിച്ചു വരും. നമ്മുടെ തിരുവല്ലം ടോൾ ഗേറ്റ്, ഞാനിപ്പോൾ അതുവഴി വന്നിരുന്നെങ്കിൽ നമ്മൾ ഏകദേശം തിരുവനന്തപുരം സോണിൻ്റെ അപ്പുറത്ത്, തിരുവനന്തപുരത്തിൻ്റെ അപ്പുറം വന്ന് കയറുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ബൈക്കിന് ലെഫ്റ്റിൽ കൂടെ കേട്ടോ പോകണ്ടേ. ഇവിടെ അത്യാവശ്യം നല്ല എമൗണ്ടൊക്കെ ആവുമെന്ന് തോന്നുന്നു, അറിയില്ല. നമുക്ക് ഈ കാറിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഒള്ളി ബൈക്ക് ആയതുകൊണ്ട് നമുക്കിങ്ങനെ പോകുന്നിടത്ത് പാസ്സൊന്നും എടുക്കേണ്ട കാര്യമില്ല ഗൈസ്. നമ്മുടെ ബൈപ്പാസ് മൊത്തം റീടാറിങ് നടക്കുവാണ് കേട്ടോ. നേരത്തെ ഭയങ്കര കുഴിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതാണ് ആലോചിക്കുന്നത്, ഇത് എന്ത് പറ്റി റോഡ് ഇത്രയും നന്നായിട്ട് കിടക്കുന്നതെന്ന്. ഇപ്പോഴാണ് കാര്യം മനസ്സിലായി. ഇപ്പോൾ റീടാറിങ് ഒക്കെ ഇങ്ങനെ ചെയ്ത് കുറച്ച് ദൂരം കൂടെ മുന്നോട്ട് പോകണ്ട. മുന്നോട്ട് പോയിട്ടാണ് നമുക്ക് തിരിയാനുള്ളത്. അപ്പോൾ നമ്മൾ പോകുന്നത് നമ്മുടെ തീരദേശ റൂട്ടാണ് കേട്ടോ. അത് അത്യാവശ്യം നല്ല റൂട്ടാണ്. കുറേ പള്ളികളും മറ്റേ ഒരു സൈഡ് ബീച്ചും ഒരു സൈഡ് കായലും അതിൻ്റെ നടുവിലൂടെ ഒരു യാത്ര. അതൊരു മനോഹരമായ റൂട്ടാണ്. അപ്പോൾ ആ ഒരു റൂട്ടിലാണ് നമ്മൾ ആദ്യം പോകാൻ പോകുന്നത്. നമ്മുടെ ലുലു മാൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. ലുലു മാൾ എത്തിയിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ മാളെന്തോ ആണ്. പക്ഷെ നമുക്കൊരു വിലയില്ല കേട്ടോ. കാരണം സ്വിഗ്ഗിയുടെ ഓർഡർ എടുക്കാൻ പോയി മടുത്ത് ഇതിനകത്ത് കയറി. ഇവിടുന്ന് കോഴിക്കോട് 377 കിലോമീറ്ററുള്ളൂ കേട്ടോ. കൊല്ലത്തേക്ക് 60 കിലോമീറ്ററുള്ളൂ. അപ്പോൾ നമ്മുടെ ഹൈവേയിൽ കൂടിയുള്ള യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് ഇനി മറ്റേ തീരദേശ ഹൈവേയിൽ കൂടെ ആയിരിക്കണം നമ്മൾ അടുത്ത് നമ്മുടെ യാത്ര പോകുന്നത്. അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച റൂട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴാണ് കറക്റ്റ് നമ്മൾ ആ ഒരു റൂട്ടിൽ എത്തിയത്. ഇവിടെ നേരെ സ്ട്രൈറ്റ് പെരുമാതുറ. അപ്പോൾ നമ്മുടെ കണിക്കൊന്നര സീസണൊക്കെ ആയിട്ട് ഇതിനെ കണിക്കൊന്ന് പൂത്തിരിക്കുന്നുണ്ടോ. നമ്മൾ പുത്തൻതോപ്പ് എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ നിന്ന് ഇതാണ് ഞാൻ പറഞ്ഞ ഒരു പള്ളി, ഇതാണ് കേട്ടോ, സെൻറ്റ് ഇഗ്നേഷ്യസ് ദേവാലയം. നമ്മുടെ പുത്തൻതോപ്പ് തിരുവനന്തപുരം ലത്തീൻ രൂപതയാണ്. കാണിച്ചു തരാം. വൈക്കുതുക്കാൻ വല്ല വഴിയുമുണ്ടോ? ഓക്കെ, ഇല്ല, അപ്പുറത്ത് പാർക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആദ്യത്തെ ചർച്ച്. ഇതുപോലെ ഈ ഒരു റൂട്ടിൽ ഒരുപാട് ചർച്ചുകളുണ്ട് കേട്ടോ. ഇത് ഇപ്പോൾ വന്നപ്പോൾ നല്ല വെയിൽ ഒക്കെയാണ്. വൈകുന്നേര സമയത്തൊക്കെ ഇവിടെ വരണം. വൈകുന്നേരം ഇവിടെ വന്നിട്ട് അല്ലെങ്കിൽ രാത്രി, ഞാൻ ഒരു ദിവസം രാവിലെ ഇതുവഴി വന്നായിരുന്നു. എൻ്റെ അമ്മോ എന്നാ വൈബെന്നറിയാമോ ഇവിടേക്ക് ഇരിക്കാനൊക്കെ. ഒരു അടിപൊളി ഒരു സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഒരുപാട് നല്ല നല്ല ദേവാലയങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ലഗേജൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ ഓരോ ആൾക്കാരായിട്ട്. പിന്നെ ഈ ഒരു കവറിലൊക്കെ നമ്മളിങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് കുറേ രസം. ഓക്കെ, പിന്നെ പമ്പൊക്കെ ലാസ്റ്റാണ് കേട്ടോ കൊണ്ടുവന്നവൻ. അപ്പോൾ പമ്പിനെയൊക്കെ വെളിയിലാണ് വെച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങാം. അഞ്ചുതെങ്ങ് ഫോർട്ടിലേക്ക് നമുക്ക് പോവാം. നമ്മുടെ ഈ റൂട്ടിൽ നമ്മൾ കുറേ ദേവാലയങ്ങൾ നമ്മൾ മിസ് ചെയ്തു കേട്ടോ. ഈ വരുന്ന വഴിക്ക് തന്നെ കുറേ ആലയങ്ങൾ മിസ്സായിപ്പോയി. പിന്നെ ഈ ഒരു റൂട്ട് കണ്ടോ, ഇത് ഞാൻ പറഞ്ഞില്ലേ, ഈ റൂട്ട് തന്നെ ഇനി പോകണമെന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ്. ഈ ഒരു യാത്ര നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. കാരണം രണ്ട് സൈഡ് നല്ല തണൽ മരങ്ങൾ. ഈ ഒരു വേനൽക്കാലത്തെ വെയിലിൻ്റെ ഒരു 5% മാത്രമേ നമുക്ക് ഈ ഒരു റൂട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ കിട്ടത്തുള്ളൂ കേട്ടോ. പിന്നെ ഇവിടുന്ന് കുറച്ച് ദൂരം അപ്പുറത്ത് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ കടലിൻ്റെ തീരമാണ് കേട്ടോ. അപ്പോൾ നല്ല കാറ്റൊക്കെ നമുക്ക്. ഇത് അടിപൊളി ഒരു ഫുട്ബോൾ ഗ്രൗണ്ട്. ഇറങ്ങിയത് കളിക്കുകയായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. ബിഷപ്പ് പെരേരിയ സ്റ്റേഡിയം ഇവിടെ നേരെയാണ് കേട്ടോ. വർക്കല വലത്തേക്ക് കഠിനംകുളം പോകുന്ന റൂട്ടാണ്. നമുക്ക് വർക്കല റൂട്ടാണ് പോകേണ്ടത്. അഞ്ചുതെങ്ങ് ഫോർട്ട്, അടുത്ത് മുതലപ്പൊഴി, പെരുമാതുറ ബീച്ച്, അത് ഹാർബർ, പെരുമാതുറ ഹാർബറുണ്ട്. പിന്നെ വർക്കല ജസ്റ്റ് ഒന്ന് കയറുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സാമ്പ്രാണിക്കുടി, കൊല്ലത്തുള്ള സാമ്പ്രാണിക്കുടി. ഇപ്പോൾ പോകുന്ന റൂട്ടിൽ തന്നെ നമുക്ക് ആ ഒരു സ്ഥലം കൂടെ കവർ ചെയ്യാൻ പറ്റും. അവിടെ കവർ ചെയ്തിട്ട് വേണം എനിക്കിനി കോട്ടയത്ത് പോകാം. ഇന്ന് തന്നെ നമ്മൾ കോട്ടയത്തെത്താം. അപ്പോൾ ആദ്യത്തെ ഒരു ദിവസം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെയാണ് തിരുവനന്തപുരം കൊല്ലം ഇന്ന് കവർ ചെയ്യും. നമ്മൾ തിരിച്ചു വരുമ്പോൾ കൊട്ടാരക്കരയും നമ്മുടെ കോട്ടയവും
ആലപ്പുഴയും. ഇത്രയും നമ്മൾ ഓരോ ദിവസം മാത്രമേ കവർ ചെയ്യത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത്യാവശ്യം സ്റ്റേ പിടിക്കത്തക്ക രീതിയിലാണ്. അവിടെ നിന്ന് അങ്ങോട്ടാണ് പിന്നെ നമ്മൾ റൂം എടുത്ത് സ്റ്റേ ചെയ്ത് പോകുന്നത്. ഇതൊക്കെ നമുക്ക് എപ്പോഴായാലും വന്ന് കാണാവുന്ന സ്ഥലങ്ങളാണ്. നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് നമ്മൾ മാറി നിൽക്കേണ്ട അവസ്ഥ നമുക്ക് വരത്തില്ല. അപ്പോൾ ജോലി കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ സ്ഥലങ്ങളിലെല്ലാം വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും സ്ഥലം പിന്നെ ഓൾ കേരള ട്രിപ്പ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ ആ ഒരു സ്ഥലം ഒന്ന് കവർ ചെയ്യുന്നെന്ന് മാത്രം. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു റൂട്ടിനെ ഏറ്റവും മനോഹരമാക്കുന്ന ഈ ഒരു കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അധിക സമയം നിന്ന് വീഡിയോ എടുക്കാനൊന്നും ഇല്ല. പക്ഷെ എന്നാലും ഈ ഒരു ആലയങ്ങളെ കണ്ടുകൊണ്ടിരിക്കാനും ഇവിടെ കയറി പ്രാർത്ഥിക്കാനൊക്കെ ഒരു പ്രത്യേക വൈബാണ്. ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ പ്രാർത്ഥന നടപ്പുണ്ട്. ഇവിടെ രാത്രി ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ലൈറ്റും. ആ ലൈറ്റിൽ ഈ പള്ളിയൊക്കെ ഒന്ന് കാണണം. ഒരു എന്താ പറയാൻ, മൈൻഡെല്ലാം അങ്ങ് റിലാക്സ് ആവും. അങ്ങനെ നമ്മൾ മുതലപ്പൊഴി പാലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് മുതലപ്പൊഴി ഹാർബർ. അപ്പോൾ നമുക്ക് ബൈക്ക് എവിടെയെങ്കിലും ബൈക്ക് അങ്ങ് മുകളിൽ കയറ്റാൻ പറ്റില്ല. മുകളിൽ കയറ്റി കഴിഞ്ഞാൽ പണിയാണ്. അപ്പോൾ ഈ താഴോട്ടുള്ള റൂട്ട് നമുക്ക് പോകാൻ പറ്റുമോ നോക്കട്ടെ. ഈ പാലത്തിന് മുകളിൽ ബൈക്ക് വയ്ക്കാവോ? പറ്റൂല. ഇവിടെ എവിടെയെങ്കിലും പാർക്കിംഗ് ചെയ്യാൻ പറ്റുമോ? ഇവിടെ വെച്ചാൽ കുഴപ്പമുണ്ടാവോ? ഇവിടെ ഒതുക്കിയാൽ കുഴപ്പമുണ്ടാവോ? ഇല്ല. ഈ മുകളിൽ കാണുന്നത് മുതലപ്പൊഴി പാലമാണ് കേട്ടോ. അതിൻ്റെ അടുത്തൂടെ ഒരു ബോട്ട് പോകുന്നുണ്ടോ, മുതലപ്പൊഴി പാലത്തിൻ്റെ അടിയിൽ കൂടെ കേട്ടോ. അപ്പോൾ ഞാൻ മുകളിൽ കൂടെ പോകാൻ വരെ ജസ്റ്റ് ഒന്ന് താഴോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ മുകളിൽ ബൈക്ക് പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് പണി കിട്ടും. അപ്പോൾ അതേ അവിടെ പോലീസൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. പോലീസ് ഒന്ന് ചെക്കിങ് എന്തോ ആണ്. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ. അതേ അടുത്ത ബോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ബോട്ട് വരുമ്പോൾ മുകളിൽ കയറാൻ പറ്റുമെന്നൊന്ന് നോക്കി നോക്കട്ടെ ഞാൻ. ഈ കാണുന്നതാണ് കേട്ടോ മുതലപ്പൊഴി. ഒരുപാട് മരണങ്ങൾ നമ്മൾ കേൾക്കുന്ന മുതലപ്പൊഴി. നമ്മുടെ ഫിഷിംഗ് ഹാർബറിന് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇപ്പം നല്ല വെയിലാണ് കേട്ടോ. നല്ല വെയിലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, അന്തോ കുന്തോ ഇല്ലാത്ത വെയിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് താഴോട്ടൊക്കെ ഇറങ്ങി പോകാം കേട്ടോ. ഇവിടെ നിന്നുകൊണ്ടുള്ളൊരു കാഴ്ച അടിപൊളിയാണ്. പിന്നെ ഞാൻ അവിടെ പോയപ്പോൾ അവിടെ പോലീസ് ഇരിക്കുന്നുണ്ട്. അവർ പോയോ? അതേ വരുന്നു, എൻ്റെ ബാക്കിൽ നിന്ന് വരുന്നു. ഓക്കെ, അവർ വന്നു. അവിടെ ഒരു വള്ളം മറിഞ്ഞ് കിടക്കുന്നുണ്ടോ? അങ്ങ് പോകാൻ പറ്റില്ല, നേരത്തെ പോലീസ് വന്നതുകൊണ്ട് നമുക്ക് അങ്ങ് പോകാൻ പറ്റില്ലാണ്ടോ. വെള്ളം മറിഞ്ഞ് കിടക്കുന്നുണ്ടോ. ഇപ്പോൾ അവിടെ നിന്ന് ഒരു ബോട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. നമ്മളെ മീൻ പിടിക്കാൻ വേണ്ടി പോയിട്ട് തിരിച്ചു പോകുന്ന ബോട്ടാണെന്ന് പറഞ്ഞിട്ട്. ഇത് കായലാണ്. ഇത് ഇഷ്ടംപോലെ മീൻ നിൽക്കുന്നു. അയ്യോ, കാണാൻ പറ്റുമോ? ഇല്ലേ, എനിക്കും കാണാൻ പറ്റിയില്ല. അതെ, ആ ബോട്ട് വരുന്നത് നമുക്ക് മുതലപ്പൊഴിയുടെ മുകളിൽ നിന്നുകൊണ്ടൊന്ന് കണ്ടു നോക്കാം. ഇതേ മുതലപ്പൊഴി പാലത്തിൻ്റെ താഴെ കൂടെ ബോട്ട് പോകുന്നൊരു കാഴ്ച അടിപൊളിയാണ് കേട്ടോ. ഇത് നമ്മളെ കടലിൽ മീനൊക്കെ പിടിക്കാൻ പോയിട്ട് ഈ ബോട്ടുകൾ തിരിച്ചു പോകുന്നൊരു വഴിയാണ്. ഇവിടെയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ബോട്ടുകൾ അപകടത്തിൽപ്പെടുന്ന ഒരു സ്ഥലം. മുതലപ്പൊഴി ബീച്ചും ഹാർബറും ഇതാണ്. യാത്ര ഇങ്ങനെ നമ്മുടെ മുതലപ്പൊഴിയിൽ എത്തിയിരിക്കാനാട്ടോ ക്യാമറ കാര്യങ്ങൾ. മുതലപ്പൊഴി പാലത്തിൻ്റെ മുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്കിനി ബോട്ട് വരുന്ന കാഴ്ചകൾ കാണണം. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് 5 തെങ്ങിലോട്ട് പോകാം. അടിപൊളി കാറ്റും നല്ല വണ്ടിയുടെ ശബ്ദങ്ങളും. അന്തസ്. ഈ പാലത്തിൽ നിന്ന് ഇപ്പുറത്തോട്ട് പോകുന്ന ബോട്ടുകൾ ഇവിടെ ഒതുക്കാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ. അടിപൊളി. പരുന്ത് കിടന്ന് വട്ടമിട്ട് പറക്കുന്നുണ്ടോ. അപ്പോൾ നമ്മുടെ മുതലപ്പൊഴി പാലം കയറുകയാണ്. ഇപ്പുറം പെരുമാതുറയും ഈ പാലത്തിൻ്റെ അപ്പുറം 5 തെങ്ങുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പോകേണ്ടത് 5 തെങ്ങ് ഫോർട്ടാണ്. ഇവിടെ പിന്നെ പോലീസൊക്കെ നിന്നുകൊണ്ട് അധികം ഞാൻ നിർത്തിയില്ല വണ്ടി. ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന റൂട്ട് കണ്ടോ, അത് ഈ സൈഡ് കണ്ടോ കടലാണ്. നമ്മുടെ ഇടത് സൈഡ് കണ്ടോ കടലാണ് മൊത്തം. വലത് സൈഡാണെങ്കിൽ കായലുമാണ്. ഇതിൻ്റെ നടുവിലൂടെയുള്ളൊരു യാത്രയാണ് കേട്ടോ ഇപ്പം ഞാൻ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ യാത്രയാണ് ഞാൻ അന്ന് പറഞ്ഞത്. പിന്നെ അടുത്ത ദേവാലയങ്ങൾ, അത് കുറേ ദേവാലയങ്ങൾ കഴിഞ്ഞു. പിന്നെ ഈ വരുന്ന വഴിക്കൊക്കെ ഒരുപാട് നമ്മുടെ മീനിനെ പിടിച്ചിട്ട് അത് നമ്മൾ കരുവാട് വെക്കുമല്ലോ വെയിലത്തിട്ട്. അപ്പോൾ ആ ഒരു പരിപാടിയൊക്കെ ഇഷ്ടം പോലെ വിൽക്കാനൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു റൂട്ടിൽ വരുമ്പോൾ അതൊക്കെ വാങ്ങണമെന്നുള്ളവർക്ക് വാങ്ങാം. അതേ അടുത്തൊരു പള്ളി. അപ്പോൾ പള്ളിയിൽ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പള്ളിയിൽ കാണിച്ചുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. ഇത് പൂന്തുറ പള്ളിയാണ് കേട്ടോ. പൂന്തുറ അല്ല പൂത്തുറ. അതല്ലേ ഞാനും ആലോചിക്കുന്നത്. പൂന്തുറ എന്ന് പറയുമ്പോൾ നമ്മുടെ കിഴക്കേക്കോട്ടയുടെ അപ്പുറത്താണ് പൂന്തുറ. എൻ്റെ പൊന്നി ഇപ്പോൾ ഫോണിപ്പോൾ താഴെ പോകുമായിരുന്നു.
അങ്ങനെ നമ്മൾ നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ അഞ്ച് തെങ്ങ് ഫോർട്ട് അല്ലെങ്കിൽ അഞ്ച് തെങ്ങ് കോട്ട. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അഞ്ച് തെങ്ങ് ലൈറ്റ് ഹൗസും വരുന്നത്. നേരെ ഫ്രണ്ടിൽ കാണുന്നതാണ് കേട്ടോ അഞ്ച് തെങ്ങ് ലൈറ്റ് ഹൗസ്. ഇത് അഞ്ച് തെങ്ങ് കോട്ടയാണ്. നമുക്ക് ഈ കോട്ടയ്ക്കകത്ത് കയറണം. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വഴി വന്നപ്പോൾ ഈ ഒരു കോട്ട ഞാൻ കണ്ടായിരുന്നു. പക്ഷേ ഇതാണ് അഞ്ച് തെങ്ങ് ഫോർട്ടെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അത് മറ്റൊരു സത്യസന്ധമായ കാര്യമാണ്. നേരത്തെ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ റൂട്ട്, പക്ഷേ ഇതിനകത്ത് കയറിയിട്ടില്ല. അപ്പോൾ ഇന്നാണ് ഇതിനകത്ത് കയറാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ അഞ്ച് തെങ്ങ് എൻട്രൻസിനകത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഫ്രണ്ട് ഗേറ്റിൽ പാർക്ക് ചെയ്തതെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ തന്നെ ഇതിൻ്റെ മെയിൻ സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഈ സ്ഥാപനം പ്രാചീന സ്മാരകങ്ങളും പുരാവസ്തു പ്രാധാന്യമുള്ള സ്ഥലങ്ങളും. ഇത് ഇന്ന് വായിക്കുകയാണെങ്കിൽ ഇത് നശിപ്പിക്കുന്നതിനെ കുറിച്ചാണ്. ഇത് വായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുറേ സമയമെടുക്കും. നമ്മളിത് അഞ്ച് തെങ്ങ് കോട്ടയ്ക്കകത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിത് വഴി നടന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ആദ്യം ലൈറ്റ് ഹൗസിൻ്റെ അവിടെ എത്താം. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പാസ് ഇല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു നല്ലൊരു ബെനിഫിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പാസ്സായിട്ടില്ല. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഡെസ്റ്റിനേഷനിൽ പാസ്സൊന്നും വന്നിട്ടില്ല. കണ്ട് ഇവിടെയൊക്കെ കല്ലിൽ കൊത്തിയ ഇതാണ് കേട്ടോ. നമ്മുടെ കരിങ്കല്ലിൽ കൊത്തിയാണ് വെച്ചിരിക്കുന്നത് ഇവിടുത്തെ സ്റ്റെപ്പുകളൊക്കെ. നമുക്കിവിടെ നിന്നുകൊണ്ട് ലൈറ്റ് ഹൗസിൻ്റെ അടിപൊളി ഒരു വ്യൂ കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് അത്യാവശ്യം എല്ലാം കാണാൻ പറ്റും കേട്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് താഴെ റോഡ് കണ്ടോ, റോഡൊക്കെ പോകുന്നതൊക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഇതൊരു കോട്ട തന്നെയാണ്. ഇതേ എൻ്റെ ബൈക്ക് ഇരിപ്പുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ അഞ്ച് തെങ്ങ് കോട്ടയുടെ ഫ്രണ്ട് വ്യൂ. ഇപ്പം ഞാൻ നേരെ അഞ്ച് തെങ്ങ് കോട്ടയുടെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. ഇവിടെ ഡൽഹിയിൽ നിന്നൊക്കെ ഒരു ആള്, എനിക്ക് തോന്നുന്നു സായിപ്പാണ് പുള്ളി ഡൽഹിയിൽ നിന്ന് ഹിമാലയൻ വാടകയ്ക്ക് എടുത്തിട്ട് നമ്മുടെ അഞ്ച് തെങ്ങ് കോട്ടയിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ചിറയൻകീഴ് താലൂക്കിലെ ഒരു കടലോര ഗ്രാമമാണ് കേട്ടോ അഞ്ച് തെങ്ങ് എന്ന് പറയുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1965 നിർമ്മിച്ച കോട്ടയാണ് ഈ അഞ്ച് തെങ്ങ് കോട്ട. ഈ കോട്ടയിലാണ് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് ലൈറ്റ് ഹൗസും തൊട്ടടുത്തായിട്ട് തന്നെ കാണാൻ പറ്റും കേട്ടോ. ഇവിടെ പിന്നെ ഇടയ്ക്ക് കുറച്ച് മരങ്ങൾ, ചെറിയ മരങ്ങളുണ്ട്. പക്ഷേ ഭയങ്കര വെയിലാണ് കേട്ടോ ഈ ഒരു സമയം. ആറ്റിങ്ങൽ മഹാറാണി കൽപ്പിച്ച് നൽകിയ ഒരു പ്രദേശമാണ് കേട്ടോ ഈ അഞ്ച് തെങ്ങ് കോട്ട. പിന്നെ ഈ അഞ്ച് തെങ്ങ് കോട്ടയ്ക്ക് ഒരു പ്രത്യേകതയാണ് കേട്ടോ. ഇത് നല്ല ചതുരാകൃതിയിലാണ് ഈ ഒരു അഞ്ച് തെങ്ങ് ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. കറക്റ്റ് ഒരു ചതുരത്തിൻ്റെ ഒരു ആകൃതിയിൽ ആണ് ഈ ഒരു കോട്ട സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഈ സ്റ്റെപ്പ് കയറി നടക്കാൻ പറ്റും കേട്ടോ. അതെ, ഇവിടെ നിന്ന് നമുക്ക് ഇതുവഴി നടന്ന് അതുവഴി കറങ്ങി വരാൻ പറ്റും. പക്ഷേ ഫ്രണ്ട് എൻട്രൻസിൻ്റെ അവിടെ മാത്രമേ ചെറിയൊരു ബ്ലോക്ക് ഉണ്ടെന്നാണ് തോന്നുന്നത്. ഈ രണ്ട് സൈഡിലൂടെ നമുക്കിങ്ങനെ കറങ്ങി അടിച്ച് കവർ ചെയ്ത് വരാൻ പറ്റും. ഇതേ സ്ഥലം നേരെ ഓപ്പോസിറ്റ് നമുക്ക് കടൽ കാണാൻ പറ്റും. ഇത്രയും ഒരിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെയും കോട്ടയാണല്ലേ. അവിടെയും കോട്ടയും മൊത്തം കോട്ടയാണ് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്താണ് വീടുകൾ വരുന്നത്. അപ്പോൾ അഞ്ച് തെങ്ങ് കോട്ടയുടെ മുകളിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഓൾ കേരള ട്രിപ്പിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ അഞ്ച് തെങ്ങ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിരുന്നു ഈ ഒരു സംഭവം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത് സാമ്പ്രാണിക്കൊടി പോകാനാണ് പ്ലാന്. സാമ്പ്രാണിക്കൊടി പിന്നെ വർക്കല ക്ലിഫ് കൂടെ ജസ്റ്റ് ഒന്ന് കയറണം. അപ്പോൾ ഇനി അങ്ങോട്ട് പോവാം. വർക്കല ബീച്ചിലെ കാഴ്ചയും നമ്മുടെ സാമ്പ്രാണിക്കൊടിയിലെ കാഴ്ചയും ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ നിർത്തുകയാണ്. അടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കാണാം.